അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഇത് തിരുകേശം എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ടീം പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു സൈറ്റാണ് ഈ കാണുന്നത്. സൈറ്റിന്റെ അഡ്രസ്സ് എല്ലാവരും നോക്കി വെക്കുക. ഇനി ഒരുപക്ഷെ ഇതുപോലെ ഒരു സൈറ്റ് കണ്ടു എന്ന് വരില്ല. ഒരുപക്ഷെ നാളെ നോക്കുമ്പോൾ ഈ സൈറ്റ് കാണണം എന്ന് തന്നെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വിവരക്കേടുകൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഇത് മാറ്റണം എന്ന് അവർക്ക് തന്നെ തോന്നും. ഇൻഷാ അല്ലാഹ് ഇതൊന്ന് സ്ക്രോൾ ചെയ്യുക, താഴോട്ട് നോക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരന്തൂരികൾ കാണിക്കുന്ന മുടി. കാണുന്നില്ലേ? ചിത്രത്തിൽ കാണുന്നില്ലേ? ഇത്രയും നീളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി വളർത്തിയിരുന്നു. ഇതുകൊണ്ടൊക്കെ അല്ലേ ഖുറാഫി എന്ന് വിളിക്കുന്ന, കാന്തപുരം എന്ത് പറഞ്ഞോ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് വിളിക്കുന്നവരാണ് ഖുറാഫികൾ. ഇത്രയും നീളത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി വളർത്തിയിരുന്നത്? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി വളർത്തിയിരുന്നു എങ്കിൽ എന്തുകൊണ്ട് കാന്തപുരവും പേരോടും ഉൾപ്പെടെ ഉള്ള കുബൂരി പുരോഹിതന്മാരെങ്കിലും ആ സുന്നത്ത് പിൻപറ്റുന്നില്ല? നബിയുടെ സുന്നത്തല്ലേ, അതെന്തുകൊണ്ട് പിൻപറ്റുന്നില്ല? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നീട്ടി മുടി വളർത്തിയിരുന്നില്ല. പിന്നെയോ നബിയുടെ മുടി ഒന്നൊന്നുമല്ല, ഒരു കെട്ട് മുടിയാണ്, തിരുമുടിക്കെട്ട്. കണ്ടില്ലേ? എത്രയോ മുടിയാണ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്, നബിയുടെ മുടിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത് എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് വിശ്വസിക്കാൻ ഖുറാഫികളല്ലാതെ ആരെങ്കിലും ഈ ലോകത്ത് കാണുമോ? വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയാലേ വീണ്ടും വല്ലപ്പോഴും ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. വിവരക്കേടിന് കയ്യും കാലും വെച്ചാൽ കാരന്തൂരിയാകും, യാതൊരു സംശയമില്ലാത്ത കാര്യമല്ലേ? ഒന്ന് കാണുക. അതിനകത്ത് ഖുറാഫികളുടെ നല്ല കമന്റുകളും ഉണ്ട്. ഇനി ഇത് മുജാഹിദുകൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റാണെന്ന് കേൾവിക്കാരൻ എന്ന് പറയുന്ന ജാഹില് പറയുന്നത് മുജാഹിദുകൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റാണെന്നാണ് പറയുന്നത്. എന്തു വന്നാലും അത് വിഡ്ഢിത്തമാണെന്ന് അവർക്ക് തോന്നുകയില്ല. കാരണം എന്താണെന്നറിയാം, എന്തു വന്നാലും മുജാഹിദിന്റെ തലയിൽ വെച്ച് കൊടുക്കാമല്ലോ. വല്ലപ്പുഴയിൽ വെച്ച് മൗലൂദ് കിതാബ് തള്ളിയപ്പോൾ അലവി സക്കാവി പറഞ്ഞ എന്തുവാണ്? മുജാഹിദുകൾ അച്ചടിച്ച് വിൽക്കുന്നതാണ്. അതുപോലെ തന്നെ പേരോടന്ത്രു ആയത്ത് തെറ്റിയപ്പോഴോ അത് ഞാൻ ഇബ്നു തീമിയയുടെ കിതാബിൽ നിന്ന് വായിച്ചതാണ് എന്നാ പറഞ്ഞ. പരിശുദ്ധ ഖുർആനെ അതുപോലും അറിയില്ല പേരോടന്ത്രുവിന്. അബദ്ധം എവിടെ വരുന്നോ അതെല്ലാം മുജാഹിദുകളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുന്ന ഈ പടുജാഹിലുകളെ ഈ സൈറ്റ് മുജാഹിദുകളുടേതാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ? സൈറ്റ് ഒന്നുകൂടി കാണുക. മുകളിലേക്ക് വരുന്നു. ഇതാണ് മുടിക്കെട്ട്. ഇന്നലെ ഈ മുടിക്കെട്ട് ഭയങ്കര വലിപ്പത്തിലായിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. ഇന്നെന്തായാലും വലിപ്പം എല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് വലിപ്പം എല്ലാം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുകളിലോട്ട് വരിക. മഹാന്മാരായ കുറെ താജുലുലമായും കമറുലുലമായും ഒക്കെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ? എല്ലാവരും ഇരിക്കുന്നത് കണ്ടല്ലോ. ആ സൈറ്റാണ് ഈ മുടി കെട്ടി തൂക്കിയിരിക്കുന്നത്. കണ്ടല്ലോ? എന്തായാലും കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നിങ്ങൾ ബുദ്ധി മുസ്ലിയാക്കന്മാരുടെ കാലിനടിയിൽ പണയം വെച്ചിട്ടില്ലെങ്കിൽ അവരോട് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും നീളത്തിൽ മുടി വളർത്തിയിരുന്നു? അങ്ങനെ വളർത്തിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് കാരന്തൂരികൾ ആയ പുരോഹിതന്മാരെങ്കിലും ആ സുന്നത്തിനെ പിൻപറ്റുന്നില്ല എന്നൊന്ന് ചോദിക്കുക സഹോദരന്മാരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.